മാഞ്ചസ്റ്റർ സിറ്റിയുടെ സമീപകാല നേട്ടങ്ങളിലെല്ലാം നിർണായക പങ്കുവഹിച്ച താരമാണ് കെവിൻ ഡിബ്രൂയിൻ. കുറച്ചു നാളുകളായി ഡിബ്രൂയിന്റെ പകരക്കാരനെ തേടിയുള്ള അന്വേഷണത്തിലായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി. ഡിബ്രൂയിനുമായുള്ള സിറ്റിയുടെ കരാർ ഈ ജൂണിൽ അവസാനിക്കും. 34 വയസ്സ് പൂർത്തിയാകുന്ന താരവുമായി സിറ്റി കരാർ പുതുക്കുമോ എന്നതിൽ ഉറപ്പില്ല. താരത്തിന് പകരക്കാരനായി ജർമ്മൻ യുവതാരം ഫ്ലോറിയൻ വിർട്സിനെയാണ് സിറ്റി ലക്ഷ്യമിടുന്നത്. ജർമ്മൻ ബുണ്ടസ് ലീഗയിലെ ബയർ ലെവർകുസന്റെ കുതിപ്പിന് പിന്നിലെ പ്രധാന ശക്തിയാണ് ഈ 21-കാരൻ. സീസണിൽ ഇതുവരെ ക്ലബിനായി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ 21 ഗോളുകളാണ് അടിച്ചുകൂട്ടിയത്. ബ്രിക്സിനായി സ്പാനിഷ് ഫോമന്മാരായ റയലും ജർമ്മൻ ക്ലബ് ബയൺ മ്യൂണിക്കും ചരടുവലിക്കുന്നതാണ് സിറ്റിക്ക് വെല്ലുവിളിയാകുന്നത്. ലെവർകുസനായി ഇതുവരെ 187 മത്സരങ്ങളിൽ നിന്ന് 56 ഗോളുകൾ നേടുകയും 62 ഗോളുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രിക്സ് സീസണിൽ വലിയ തിരിച്ചടികൾ നേരിടുന്ന സിറ്റിയിലേക്ക് പുതിയ താരങ്ങൾ എത്തിക്കാനുള്ള നീക്കമാണ് പരിശീലകൻ പെപ് ഗാർഡിയോള നടത്തുന്നത്. ബ്രിക്സ് തന്നെയാണ് ക്ലബിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഡിബ്രൂയിനെ പോലെ ഒരു താരത്തിന്റെ ഭാവി അനിശ്ചിതമായി തുടരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം നികത്തുന്ന ഒരു കളിക്കാരനെ തന്നെ ടീമിലെത്തിക്കാനാണ് പെപ്പിന്റെ ആലോചന. ടോണി ക്രൂസ് കളി നിർത്തുകയും ക്രൊയേഷ്യൻ മിഡ്ഫീൽഡർ ലൂക്ക മോഡ്രിച്ച് കരിയറിന്റെ സായാഹ്നത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ റയലും മികച്ചൊരു പ്ലേ മേക്കറെ തേടുകയാണ്. നിലവിൽ ബ്രിക്സ് തന്നെയാണ് സ്പാനിഷ് ക്ലബിന്റെ റഡാറിലുള്ളത്. ബയണും ബ്രിക്സിനായി ചരടുവലിക്കുന്നുണ്ട്. 85 മില്യൺ യൂറോയ്ക്ക് മുകളിലാണ് നിലവിൽ ലെവർകൂസൻ ബ്രിക്സിന് നൽകുന്ന മൂല്യം. അതുകൊണ്ട് തന്നെ ബ്രിക്സിനായുള്ള കരാറിന് ക്ലബ്ബുകൾ വലിയ തുക തന്നെ നൽകേണ്ടി വരും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.